Hello, Assalamualaikum. Welcome to Delicious Recipes Hut. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ന്യൂട്ടെല്ലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ തോന്നി നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിത് ഓയിലൊന്നും വെച്ചിട്ടല്ല ചെയ്തേക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. ന്യൂട്ടെല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഹേസൽനട്ട് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ബദാമോ അല്ലെങ്കിൽ പീനട്ടോ ഒക്കെ നമുക്ക് ചേർക്കാം. പക്ഷേ ന്യൂട്ടെല്ലയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു ഹേസൽനട്ട് ചേർക്കുമ്പോഴാണ്. ഇനി ഇത് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയില്ലെങ്കിൽ ഇത് പൊടിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും, അതുപോലെ തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഒരു ചെറിയൊരു കോട്ടൺ ടവലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിനകത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ക്ലീനായി കിട്ടും. അതിനുശേഷം ഇതിനെ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തരികളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ എനിക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തരിയായിട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത്, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/3 കപ്പ് ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു 1/2 കപ്പ് വരെ നമുക്ക് വേണമെങ്കിൽ മധുരം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. പക്ഷേ ഈ ഒരു അളവിൽ ചേർത്താലും നല്ല മധുരം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത്, അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളിതിൽ ഓയിൽ അല്ല ചേർക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ ആഡ് ചെയ്യാവുന്നത് ബട്ടറാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 1/3 കപ്പ് ബട്ടറാണ് ചേർക്കുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും പോരാ, ആ ഒരു ന്യൂട്ടെല്ലയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ ബട്ടർ ഇനിയും ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രയാണ് ഞാൻ ചേർക്കുന്നതെന്ന് പറയാം. അപ്പോൾ ആദ്യം ഈ ഒരു 1/3 കപ്പ് അടിച്ചെടുത്തപ്പോൾ എനിക്കിത് ഈ ഒരു ഇതിലാണ് വന്നത്. അപ്പോൾ പിന്നെ ഞാനിനി ഇതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ ബട്ടർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു അളവിൽ ബട്ടർ എന്തായാലും നമുക്ക് വേണ്ടി വരും. ഇനി ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ന്യൂട്ടെല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ ഒഴിച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് കേടുകൂടാതെ ഇരുന്നോളും. ഹസൽനട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനാലും ഇതുപോലെ ബട്ടറൊന്നും ആയിരിക്കില്ല. അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ അറിയിക്കുക. അതുവരെ പുതിയൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.